ഇങ്ങനെ പോയാൽ വി ഡി സതീശൻ വനവാസം നയിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. വി ഡി സതീശൻ എന്തുകൊണ്ടാണ് UDF പരാജയപ്പെട്ടാൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞത് എന്നതിന്റെ ഗുട്ടൻസ് പല ആൾക്കാർക്കും പിടികിട്ടിയിട്ടില്ല. വി ഡി സതീശൻ അത് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യം UDF പരാജയപ്പെട്ടാൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും എന്നതിന്റെ അർത്ഥം ഈ UDF-നെ നയിച്ചത് മൊത്തം ഞാനാണ്, UDF-ന് എന്ത് സംഭവിച്ചാലും അത് എന്റെ തലയിലാണ്, അതിന്റെ പ്രധാനപ്പെട്ട കാരണം UDF-ന്റെ നെടുനായകത്വം വഹിക്കുന്നത് ഞാനാണ്. ഇനി UDF തോറ്റു കഴിഞ്ഞാൽ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ വി ഡി സതീശൻ UDF വിജയിച്ചാൽ സകല നെടുനായകത്വവും വഹിച്ചു നിൽക്കുന്ന, സകല ഭാരവും ചുമലിൽ വഹിച്ചു നിൽക്കുന്ന വി ഡി സതീശനെ, അതായത് അദ്ദേഹം UDF-ന് വേണ്ടി രാഷ്ട്രീയം പോലും അവസാനിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാതെ UDF-ന് വേറൊരു തരമില്ല. പക്ഷെ ഇപ്പോഴിതാ അതിന് തുടങ്ങി വെച്ചിരിക്കുകയാണ് നമ്മുടെ കെ സുധാകരൻ ഇപ്പോൾ പരസ്യമായി KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ള പിന്തുണയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. കണ്ണൂർ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമായി മടങ്ങി വരണമെന്നും സംസ്ഥാനത്തെ നയിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടമാക്കിയിരിക്കുകയാണ് KPCC മുൻ പ്രസിഡന്റ് കെ സുധാകരൻ. ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവച്ച കുറിപ്പിലൂടെയാണ് തിരഞ്ഞെടുപ്പ് ഫലം പോലും വരും മുന്നേ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് സുധാകരൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി നിർണായക ചുമതലകൾ വഹിക്കുമ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വേണുഗോപാലിന്റെ സാന്നിധ്യം എത്രത്തോളം അനിവാര്യമാണെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതായി സുധാകരൻ ചൂണ്ടിക്കാട്ടി. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഉണർത്താനും സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ മഹാരഥന്മാരായ നേതാക്കളുടെ പാത പിന്തുടർന്ന് കേരളത്തെ നയിക്കാൻ KC വേണുഗോപാലിന് സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രവർത്തകർക്കിടയിൽ ശക്തമാണ് എന്നും KC വേണുഗോപാൽ വരണമെന്നും കെ സുധാകരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്.